ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളുടെ ഓണം സീരീസ് വളരെ സീരിയസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും കൊച്ചടുക്കളയിലാണ്. പക്ഷേ നമ്മുടെ ടെറസ് കിച്ചനെ മറക്കുന്നത് ശരിയാണോ ഓണക്കാലത്ത്? അപ്പോൾ ഇടയ്ക്ക് ടെറസ് കിച്ചനും വേണമല്ലോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ നിന്നിട്ടാണ് നിങ്ങളുടെ ഒരു ഓണ വിഭവം തയ്യാറാക്കാൻ പോണേ. അപ്പോൾ പല രീതിയിലുള്ള ഇപ്പോൾ തോരൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഭയങ്കര മുപ്പിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തോരൻ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നല്ല എന്താ പറയുക, ഒരു ഓണത്തിന് ഒരു ഫെസ്റ്റിവലിന് പറ്റിയ രീതിയിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ മാറി പല കാര്യങ്ങളും ചെയ്യാം. വിത്തൗട്ട് വെജിറ്റബിൾസ് തോരൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാനിന്നൊരു മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ ഒരുപാട് മുപ്പിച്ചല്ല ചെയ്യുന്നത്, അല്ലാത്തൊരു സ്റ്റൈല് കാണിക്കാൻ പോണു. നമ്മൾ 2019 ഓണം സീരീസ്, അതായത് നമ്മുടെ ഫസ്റ്റ് ഓണം സീരീസിൽ ഭയങ്കര ബ്രൗൺ കളറിൽ വളരെ ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുന്ന തോരനാണ് മിക്സ്ഡ് വെജിറ്റബിൾ തോരനിൽ കാണിച്ചത്. ഇത് അതിൽ നിന്നും വ്യത്യസ്തം. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നല്ലോ ഒരു ചോപ്പർ ചേച്ചിക്ക് വാങ്ങിക്കാൻ പാടില്ല. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു കാര്യമാണ്. ദാറ്റ് ഈസ്, ഇത് ഫിലിപ്സിൻ്റെ മിക്സർ ഗ്രൈൻഡറാണ്. ഇതിന് ഒരുപാട് മൾട്ടി പർപ്പസാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഇത് തോരൻ ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. തുറന്നു കഴിഞ്ഞാൽ 2 ബ്ലേഡ്, ഈ ഒരു ബ്ലേഡാണ് നമ്മൾ ചോപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്, വെജിറ്റബിൾ ചോപ്പിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അതിനെ ഇങ്ങനെ മാറ്റിയിട്ട് ഈ ഒരു ബ്ലേഡ് ഘടിപ്പിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അടുത്ത ബ്ലേഡ് ഇട്ട് കഴിയുമ്പോൾ ഇത് നമ്മൾ ആട്ട, നീഡിങ്, അങ്ങനെ മാവ് കുഴയ്ക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാം ഈ ഒരു ജാറിനകത്ത്. അപ്പോൾ ഇത് വളരെ കോമ്പാക്റ്റ് ആണ് കേട്ടോ, ചെറുതാണ്. ഇപ്പോൾ സാധാരണ ഒരു വലിയ ഫുഡ് പ്രോസസ്സറിനെക്കാട്ടിലും കോമ്പാക്റ്റാണ് ഈ മിക്സർ ഗ്രൈൻഡർ. മിക്സർ ഗ്രൈൻഡർ ആണെങ്കിലും ഈ ഒരു പർപ്പസും എല്ലാം ഇതിൽ നടക്കും. ഇതിപ്പോൾ ഗ്രേറ്റിങ്ങിനുള്ള ബ്ലേഡ്. ഇതും ഇങ്ങനെ തന്നെ ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, അതിൽ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രേറ്റിംഗ് ആയി. ഓക്കെ, അതൊരു പ്രോസസ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൈൻലി സ്ലൈസ് ചെയ്യാനായിട്ടുള്ള ബ്ലേഡ്, അതാണ് ഇത്. ഇത് മാറ്റിയിട്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അടുത്ത ബ്ലേഡ് ഇടുന്നു, ക്ലിപ്പ് ചെയ്യുന്നു, ഇതേപോലെ തന്നെ ഇതിനകത്തേക്ക് വയ്ക്കുന്നു, അടയ്ക്കുന്നു. അപ്പോൾ പ്രോസസ്സ് വളരെ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. പിന്നെ ക്ലീനിങ്ങും എളുപ്പമാണ്, ഇത് തുറക്കാനും അടയ്ക്കാനും എല്ലാം ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോണ പരിപാടി എന്ന് പറയുന്നത്, ചോപ്പർ ബ്ലേഡ് ഇട്ടിട്ട് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാൻ പോകണം. ഓക്കെ, വെജിറ്റബിൾസ് ഇട്ടിട്ട് ഇതുവഴി ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ഇത് ആട്ട കുഴയ്ക്കുന്ന സമയത്ത് ഇതൊരു മെഷറിങ് കാര്യം കൂടിയാണത്. വാട്ടർ 1 കപ്പ് മാവിന് ഇതുവരെയുള്ള ഇത്രയും വെള്ളം എന്നൊരു കണക്കുണ്ട്. അപ്പോൾ മെഷറിങ് ജാറും കൂടിയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഞാനിനി കൊച്ചു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞ് കഷ്ടപ്പെടേണ്ട, വലിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ചോപ്പറിലേക്ക് ഇടുന്നു, ഫിലിപ്സിൻ്റെ ഈ ഒരു മിക്സർ ഗ്രൈൻഡറിൽ. എന്നിട്ട് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത് മിക്സ്ഡ് വെജിറ്റബിൾ തോരനല്ലേ, അതിൽ ക്യാരറ്റ്, വലിയ ക്യാരറ്റ് ആണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 3 or 4 എടുക്കാം. പിന്നെ ഒരു 10 or 15 ബീൻസ്, പിന്നെ ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതി. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന അളവെന്ന് പറഞ്ഞാൽ ഒരു 10 പേരോ അത് 15 പേരോ വന്നാലോ നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേർ പകുതി ആക്കിയാൽ മതി, അല്ലെങ്കിൽ 1/4 ഭാഗം ആക്കിയാൽ മതി, നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഒരു സവാള, ഓക്കെ, വലിയ സവാള ആണെങ്കിൽ 1 അല്ലെങ്കിൽ 2 എണ്ണം. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഈ പീസസ് ആയിട്ട് വെറുതെ മുറിക്കുന്നേ ഉള്ളൂ. വലിയ പീസസ് ആയിട്ട് ഇതേ കണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി നമ്മളുടെ ഫിലിപ്സിൻ്റെ ഈ ഒരു മാസ്റ്റർ ഷെഫ് ജാർ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് നീഡിങ്ങും, അതായത് മാവ് കുഴയ്ക്കലും ചോപ്പിങ്ങും എല്ലാം നടക്കുന്നതാണ്. മാസ്റ്റർ ഷെഫ് ജാർ, എനിക്ക് ഇഷ്ടപ്പെട്ടു പേര്. ഓക്കെ, ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ക്യാബേജ് പീസസ് ഇനി അടയ്ക്കുന്നു. പിന്നെ ഇതാണ് അതിൻ്റെ ലോക്ക്. ഇവിടെ ലോക്കായി കഴിഞ്ഞാൽ സേഫ്. ഓക്കെ, ലോക്ക് വീണ് കഴിഞ്ഞു. ഇനി ഓപ്പറേഷൻസ്. എൻ്റെ അമ്മോ, എന്ത് ഫാസ്റ്റായിട്ടായ, അൺഎക്സ്പെക്റ്റഡ്ലി ഫാസ്റ്റ്. അയ്യോ ദൈവമേ, ഇത് 750 വാട്ടാണ്. ഓക്കെ, 750 വാട്ട്സ്, പവർഫുൾ, ഒരു രക്ഷയില്ല. ഒറ്റ പ്രാവശ്യം കൂടി ചെയ്യാമേ. ഓക്കെ,
ഫൈൻലി ചോപ്ഡ്. എക്സലൻറ്റ്, എനിക്കിഷ്ടമായി. ഓക്കെ, നമ്മൾ കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ എത്ര സമയമെടുക്കും? അടിപൊളി, കൊള്ളാലോ, നൈസ്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു കാര്യം കഴിയും. ഓക്കെ, ഇനി വീണ്ടും ബ്ലേഡ് തിരിച്ച് വയ്ക്കുന്നു. എന്നിട്ട് നമ്മളിനി ക്യാരറ്റ്സ് ഇങ്ങനെ ഒരു പക്ഷേ ഇത് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മളിത് ഹോൾ തിങ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുവഴി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈസിയാണ്. കുറേശ്ശെ ഇടേണ്ട കാര്യമാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓ മൈ ഗോഡ്, ഇത് നോക്കിയേ, എത്ര ഫാസ്റ്റ്. ഇറ്റ് ഈസ് സോ ഫാസ്റ്റ്. ഇനി ഒരു പ്രാവശ്യം കൂടി. നമുക്ക് എത്ര ഫൈനായിട്ട് ചോപ്പ് ചെയ്യണോ അതനുസരിച്ചിട്ട്. യെസ്, മതി, ഇത്രയും മതി. ഓക്കെ, സോ നൈസ്. ഇത്രയും ഫൈനായിട്ട് ചോപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര സമയമെടുക്കും? ഇതിൻ്റെ ഗുണം ഇതാണ്. ഇതും ഇതിനകത്തേക്ക് തന്നെ ഇടാൻ പോകും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ബീൻസും സവാളയും കൂടി ഒന്നിച്ചിടാം. ആക്ച്വലി ഇതെല്ലാം കൂടി ഒന്നിച്ച് കുറേശ്ശെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാലും ഒന്നിച്ച് മിക്സായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വരും. എങ്ങനെ വേണമെങ്കിലും ആകാം. ഞാനിപ്പോൾ അത് കറക്റ്റ് നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നായിട്ട് ചെയ്തത്. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. വാവ്, നൈസ്. അങ്ങനെ സവാളയും ബീൻസ് ഒന്നിച്ച്, അതാ ഞാൻ പറഞ്ഞത്, ബീൻസ്, സവാള, ക്യാരറ്റ്, പിന്നെ ക്യാബേജ് എല്ലാം കൂടി വേണമെങ്കിലും ഒന്നിച്ചിട്ട് ചെയ്യാം. കുറച്ച് ക്വാണ്ടിറ്റിയാണ്. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ നേർപകുതി എടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് പോലും വേണ്ട, മിക്സ് ചെയ്താൽ മതി. ഇതുപോലെ സംഭവം കൊള്ളാം അല്ലേ? നമ്മുടെ മാസ്റ്റർ ഷെഫ് ജാർ ഫിലിപ്സിൻ്റെ മിക്സർ ഗ്രൈൻഡറിൻ്റെ ഭാഗമാണിത്. ഓക്കെ, നൈസ്. ക്ലീനിങ്ങും ഒക്കെ വളരെ ഈസിയാണെന്ന് മനസ്സിലായല്ലോ. എല്ലാം ഇങ്ങനെ എടുക്കാൻ പറ്റും. ഡിറ്റാച്ച് കൈയോടെ കഴുകി വയ്ക്കും. അപ്പോൾ മാസ്റ്റർ ഷെഫ് ജാറിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ അത് ഈ നീഡിങ്, അതായത് മാവ് കുഴയ്ക്കുന്നതിനും ഇതുപോലെ ചോപ്പറായിട്ട് ഉപയോഗിക്കാനാണ് അതിൻ്റെ പർപ്പസ് മെയിനായിട്ടും. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചതച്ചെടുക്കുക എന്നുള്ളതാണ്. തോരനല്ലേ, അപ്പോൾ അതിന് ഈ കുഞ്ഞു ജാർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ഇച്ചിരി വലിപ്പമുണ്ട് കേട്ടോ, കുഞ്ഞതല്ല, തീരെ ചെറുതല്ല, നല്ലതാണ്. പിന്നെ എന്താ പറയുക, ഇതിന് ശരിക്കും പറഞ്ഞാൽ 4 ജാറാണ് ടോട്ടൽ. ദേ ഇങ്ങനൊരു ജാറുണ്ട്, കൂടുതലുണ്ടെങ്കിൽ ഇതിലും ആകാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു ഡബിൾ പർപ്പസാണ്, ജ്യൂസർ കം ബിഗ് ജാർ. ഓക്കെ, ഇത് മാറ്റിക്കഴിഞ്ഞാൽ സിമ്പിൾ ഒരു ജാറാണ്. ഇതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഗ്രൈൻഡ് ചെയ്യാം. പിന്നെ ഇതതിൻ്റെ അരിപ്പ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ജ്യൂസ് ഐറ്റംസൊക്കെ ആണെങ്കിൽ തുറന്നിട്ട് ഇതിനകത്ത് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇട്ടിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുവഴി അരിപ്പയിലൂടെ അരിച്ച് കിട്ടുന്ന പോലെ വരും. എന്നിട്ട് അത് നമ്മളിങ്ങനെ അതിൽ നിന്നും എടുത്താൽ മതി, ഈ ജാറ് വഴി ഒഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ പ്യൂറിങ്, സ്മൂത്തി മേക്കർ, ജ്യൂസർ എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു സംഭവമാണ്. ഇത് മാറ്റി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നോർമൽ ജാറായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, നല്ല മൾട്ടി പർപ്പസ്. ഇപ്പോൾ നമ്മുടെ ചെറുതാണ് നമുക്കിപ്പോൾ ആവശ്യം. ഇതിനകത്തേക്ക് എന്തൊക്കെയാണ്, ഒരു 3 പച്ചമുളക്, എരിവിനനുസരിച്ചിട്ടാണ് 3 എന്നുള്ളത്, 4 ആയാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ നല്ല ജീരകം, വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ, പിന്നെ തേങ്ങ ചിരകിയത്, 1.5 കപ്പ് തേങ്ങ ചിരകിയതും ഉപയോഗിക്കും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരപ്പിന്. കണ്ടല്ലോ, ഇനി അരയ്ക്കാം. ഓക്കെ, അരയ്ക്കാന്ന് വെച്ചാൽ തോരനാണ്, ജസ്റ്റ് ഒരടി അടിച്ചാൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തേങ്ങ സാധാരണയായിട്ട് ഭയങ്കരമായിട്ട് അരയ്ക്കില്ലല്ലോ, തോരൻ ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം, അതായത് നമ്മുടെ ഈ ചെറിയ ബൗൾസൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മുടെ മാസ്റ്റർ ഷെഫ് ജാർ വയ്ക്കാൻ വേണ്ടി വെച്ചാണ് അത് എടുത്ത് മാറ്റുന്നത്. ഓക്കെ, അത് മാറ്റിക്കഴിഞ്ഞാൽ സാധാരണ ഒരു മിക്സി പോലെ ആകും. ഓക്കെ, ഇത്രേ ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി, അല്ലെങ്കിൽ തോരൻ്റെ പാകം തെറ്റും. കറക്റ്റ്, അരപ്പും റെഡി.
ഇതിവിടെ തന്നെ ഇരിക്കട്ടെ, ഞാൻ മിക്സിയിൽ നിന്ന് മാറ്റുന്നില്ല. ലെറ്റ് ഇറ്റ് ബി ദർ, ഇവിടെ ഇരിക്കട്ടെ ഒരു സൈഡിൽ. ഇനി നമുക്ക് തുടങ്ങാം. ഉരുളിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് കഴിച്ചു. ഓണക്കാലമല്ലേ, അപ്പോൾ ഓണ വിഭവങ്ങളെല്ലാം നല്ല ഐശ്വര്യമായിട്ട് നമുക്ക് ഉരുളിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സദ്യവട്ടങ്ങളൊക്കെ ചെയ്യുമ്പോൾ, എന്ത് കുക്കിംഗ് ആണെങ്കിലും ഈവൻ അതർവൈസ് എപ്പോഴാണെങ്കിലും അരിയാനുള്ളതൊക്കെ അരിഞ്ഞ് വെക്കുക, ഇതുപോലെ ചതച്ചെടുക്കാനുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെക്കുക, എന്നിട്ട് അടുപ്പ് കത്തിച്ചാൽ മതി. അതാണ് എപ്പോഴും നല്ലത്. ഒരു ഓർഗനൈസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയും ചെയ്യാമല്ലോ, എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ എളുപ്പത്തിൽ എനിക്ക് കാര്യം നടന്നു. നല്ല ബ്രാൻഡാണ്, ഫിലിപ്സ് നല്ല ബ്രാൻഡാണല്ലോ, ഒരുപാട് പ്രോഡക്റ്റ്സ് അവർക്കുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ബ്രാൻഡ്. മിക്സർ ഗ്രൈൻഡറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം സത്യത്തിൽ. ഇതിന് 5 വർഷം ഗ്യാരണ്ടിയാണ് ഇതിൻ്റെ മോട്ടറിന്. അപ്പോൾ അതൊക്കെ നല്ല ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് താളിച്ച് തുടങ്ങാം. ഓക്കെ, കണ്ടോളൂ. ഇനി ഓരോന്നോരോന്നായിട്ട് ഇടാം. വെളിച്ചെണ്ണ ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരെ ആകാം. 1 ടീസ്പൂൺ കടുക്. ഓക്കെ, കടുക് പൊട്ടി തുടങ്ങി. ഇനി ഉഴുന്ന് പരിപ്പ്. ഇത് മുഴുവൻ ഉഴുന്നാണ് ഞാൻ ഇടുന്നത്, പിളർന്നതല്ല. ഒരു 2 ടീസ്പൂൺ ഉഴുന്നിടാം. അതിൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങട്ടെ. എന്നിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും. ഈ കളറ് മാറി തുടങ്ങി. ഇനി വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി തീ നന്നായിട്ട് കുറച്ചിട്ട് ഇനി നമ്മളുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഫൈൻലി ചോപ്ഡ് വെജിറ്റബിൾസ്. ആഹാ, നല്ല മണം, വെരി കളർഫുൾ. ഇത് വാടി വരുമ്പോൾ കുറച്ചുകൂടെ ചുരുങ്ങും. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഓക്കെ, വെജിറ്റബിൾസിലൊക്കെ പിടിക്കട്ടെ. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇത്ര നന്നായിട്ട് വളരെ പൊടിയായിട്ടല്ലേ അരിഞ്ഞിരിക്കുന്നത്. അത് കാരണം നമുക്കിനി ഇതിൽ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. എങ്കിലും ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തളിക്കണം. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാം. നമ്മൾ അരപ്പിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, എങ്കിലും ഒരല്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ വെജിറ്റബിൾസിൽ പിടിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഒരല്പം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മതി, അതിൽ കൂടുതൽ വേണ്ട. പിരിയൻ മുളകാണെങ്കിലും ഏത് മുളക് പൊടിയാണെങ്കിലും ഒരു 1/2 ടീസ്പൂൺ. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ വഴറ്റുന്നത് നല്ലതായിരിക്കും എണ്ണയിൽ. ഓക്കെ, ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ മുളക് പൊടി എന്തിനാണ് ഇട്ടതെന്ന് വെച്ചാൽ, ഒരു അല്പം മുളക് പൊടി അല്ലെങ്കിൽ ഭയങ്കര ഒരു യെല്ലോ കളറായിട്ടിരിക്കും. നമ്മൾ ഈ മഞ്ഞൾപ്പൊടി മാത്രമുള്ളൊരു കോമ്പിനേഷനാണ്. പേരിന് വേണ്ടി ഇട്ടാൽ മതി, പക്ഷേ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി അതൊരു ഡിഫറൻസ് ഉണ്ടാക്കും ആ തോരനിൽ, ആ കാഴ്ചയിൽ. പച്ചമുളകാണ് നമ്മൾ മെയിനായിട്ട് എരിവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഒരല്പം വെള്ളം, ഒരുപാടൊന്നും വേണ്ട, നല്ല ഈർപ്പമുണ്ട്. നമ്മൾ ഇത്രയും ഫൈനായിട്ട് വളരെ പൊടിയായിട്ടല്ലേ ആയിരിക്കും, അത് കാരണം പെട്ടെന്നൊന്ന് വാടുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ജസ്റ്റ് നോക്കിക്കോളൂ. 2 ടേബിൾ സ്പൂൺ. ഇപ്പോൾ ഒരു 5 മിനിറ്റായി ഞാനിങ്ങനെ ഈ എണ്ണയിലിട്ടിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ വാടി കഴിഞ്ഞു, ഓൾമോസ്റ്റ് കുക്ക്ഡ്. 1, 2 മതി. ഒരല്പം ഈർപ്പമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 2 അല്ലെങ്കിൽ മാക്സിമം 3 ടേബിൾ സ്പൂൺ അത്രയാവാം. തീയെല്ലാം നന്നായിട്ട് കുറയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കാമെന്ന് പറയില്ലേ, എല്ലാം കൂടി നടുക്ക് ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് അടച്ചിടാം. ഓക്കെ, ഇപ്പോൾ ഇത്രയായല്ലോ. 5 മിനിറ്റ് നമ്മൾ വഴറ്റി. ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അത് ശരിക്കും ഇപ്പം തന്നെ ഓൾമോസ്റ്റ് കുക്ക്ഡാണ്. ഒരു 5 മിനിറ്റ്സ് മോർ. അത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് അരപ്പ് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അരപ്പ് അതിനകത്ത് തേങ്ങ അരപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് വീണ്ടും ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ സ്റ്റീം കയറ്റണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി തോരൻ റെഡി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ, സോ ഫാസ്റ്റ്. 5 മിനിറ്റ്സ് ഓവർ. അടപ്പ് തുറന്നല്ലോ, കറക്റ്റ്. നല്ല മണം, ഇപ്പോഴേ നല്ല മണം. തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അത്യാവശ്യം നല്ല ഈർപ്പമുണ്ട്, നന്നായിട്ട് പാകത്തിന് വെന്ത് കഴിഞ്ഞു. ഇനി ഒരു കുഴി ഉണ്ടാക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ചതച്ച തേങ്ങയുടെ ഇപ്പോൾ 1.5 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ എടുത്തത്. ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് വെജിറ്റബിൾസ്. ഇനി ഇത്രയും തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് തേങ്ങ ആയാലും മതി. കവർ ചെയ്തിട്ട് ഇതാണ് ഏറ്റവും സിമ്പിൾ വേ ഓഫ് മേക്കിംഗ് തോരൻ. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും തട്ടിപ്പൊത്തി ഇങ്ങനെ വയ്ക്കുക. തട്ടിപ്പൊത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ കൂട്ടി വയ്ക്കുക, അമർത്തി.
ഓക്കെ, 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, അടച്ചിടാം. 2-3 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നന്നായിട്ട് സ്റ്റീം കയറും. സ്റ്റീം ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യും. അപ്പോൾ ചെറിയ തീയിലാണ്. നല്ലതായിട്ട് സ്റ്റീം കയറുമ്പോൾ ആ അരപ്പിൻ്റെ പച്ച ചുവയെല്ലാം പോകും. അത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ അടപ്പ് തുറന്നിട്ട് ചിക്കി ഇളക്കി തോരൻ പാകത്തിനാക്കി എടുക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതും കഴുകാനായിട്ട് കൊണ്ടുപോട്ടെ. ഞാൻ ആകാംക്ഷാഭരിതയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. 5 മിനിറ്റ്സ്, ഒരു 2 to 3 മിനിറ്റ്സ് മതി. ആയിക്കഴിഞ്ഞു, തുറക്കട്ടെ. അപ്പോൾ അരപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. യെസ്, നല്ലതായിട്ട് ആവി കയറി ഇളക്കി കൊടുക്കും. ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. നമ്മുടെ തോരൻ ആക്ച്വലി റെഡിയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കണം. അതുകൊണ്ട് ഒരല്പസമയം കൂടി ചെറിയ തീയിലിങ്ങനെ ഓപ്പണാക്കി ഇടുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. അത്ര സിമ്പിളാണ്. സോ നൈസ് ആൻഡ് ഈസി റെസിപ്പി അല്ലേ? ഇതാണ് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന തോരൻ. പലതരം തോരൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് സദ്യവട്ടങ്ങളുടെ കൂട്ടത്തിൽ. എല്ലാം വളരെ ട്രഡീഷണലും അല്ലാതെയും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു ഈസി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ എപ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ ഇതിൽ ഗ്രീൻ പീസും കൂടി ചേർക്കും. പച്ചപ്പട്ടാണി അത് കുതിർത്ത് വേവിച്ച് വെച്ചിരിക്കുക. അത് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് വെക്കണം. എന്നിട്ട് ഈ ഒരു അരപ്പൊക്കെ ചേർക്കുന്ന ആ ഒരു സ്റ്റേജിൽ ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി എടുത്താൽ മതി. ഗ്രീൻ പീസ്, ഉണക്ക ഗ്രീൻ പീസ് കിട്ടില്ലേ, പട്ടാണി പയർ, അത് കടല പോലെ നമ്മൾ കുതിർത്ത് വേവിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇതിൽ ജോയിൻ ചെയ്യാം. ഇതിനകത്തേക്ക് ഉപ്പ് നോക്കിക്കോട്ടെ, കുറവാണ്, ഇച്ചിരി ഉപ്പ് വേണം. അത്യാവശ്യം നല്ല കുറവായിരുന്നു. മൊരിഞ്ഞു തുടങ്ങി. എന്തായാലും സംഭവം റെഡി കഴിഞ്ഞു. ഉപ്പൊക്കെ ചേർത്ത് ഇനി മതിയൊന്ന് ഒന്നുകൂടി നോക്കുന്നു. കറക്റ്റ്. കുത്തി ഓഫ് ചെയ്യട്ടെ. തോരൻ ഈസ് മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ, ഈസി തോരൻ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത്ര മതി. ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ ഏകദേശം ഒരു 10-15 ആൾക്കാർക്ക് സദ്യയിൽ നമുക്ക് ഇലയിൽ വിളമ്പാൻ പറ്റും. ഇത്ര വേണമെങ്കിൽ അതിന് നേർ പകുതി ക്വാണ്ടിറ്റി എടുക്കുക, എന്നിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ എത്ര വേണം അതനുസരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഉപ്പ് നോക്കിക്കോട്ടെ. ഫൈനൽ ഉപ്പ് നോക്കൽസ് എല്ലാം കറക്റ്റാണ് എങ്കിലും അടിപൊളി. എക്സലൻറ്റ് തോരൻ, ഈസി മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ. അപ്പോൾ നമ്മുടെ സദ്യവട്ടത്തിൻ്റെ കൂടെ ഈ തോരനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇതുണ്ടാക്കി നോക്കുക, എനിക്ക് ഫീഡ്ബാക്ക്സ് തരാം. അപ്പോൾ ഓണ വിഭവങ്ങളെല്ലാം ഫൈനലായിട്ട് നിങ്ങൾ തീരുമാനിക്കുക സദ്യവട്ടങ്ങളിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. എന്നിട്ട് ഒരു ഫീഡ്ബാക്ക് എല്ലാം കഴിഞ്ഞ് ഓണം കഴിഞ്ഞിട്ട് എനിക്ക് തരിക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ, ഇതാദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് LN Vlogs YouTube family. Thank you so much and thank you for watching and keep on watching Lakshmi Nair Vlogs.